നമ്മുടെ വീട്ടിലെ ചെടികളെല്ലാം സ്റ്റാൻഡിലേക്ക് മാറ്റിയായിരുന്നു കേട്ടോ. ഈ മഴയത്തിരുന്ന് സ്റ്റാൻഡ് തുരുമ്പിടിച്ച് പോണ്ടാന്ന് വെച്ചിട്ട് ഞാൻ സ്ഥിരം സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്ന കടയിൽ നിന്ന് ഒരു പെയിന്റ് വാങ്ങിച്ചാൽ മാത്രം പോരാ, അത് അടിക്കുന്ന പരിപാടിയും ഞാൻ തന്നെ ചെയ്യണം. നമ്മുടെ മുൻവശം ഇപ്പൊ ഇങ്ങനെ കേട്ടോ. ഞാൻ കുറെ ചെടികൾ ഇങ്ങോട്ടേക്ക് മാറ്റി. ഈ മഴ എനിക്ക് ഇഷ്ടമല്ലാത്തതിന്റെ ഏറ്റവും വലിയ കാരണം ചെടിച്ചട്ടിയിലൊന്നും അഴുക്ക് വീഴുന്ന എനിക്ക് ഇഷ്ടമല്ല. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റാൻഡ് പണിതത്. പക്ഷെ ഇപ്പൊ മഴയായതുകൊണ്ട് സ്റ്റാൻഡ് തുരുമ്പടിക്കാതിരിക്കാനാണ് നമ്മൾ ഈ പെയിന്റ് അടിക്കുന്നത്. എന്തായാലും ഇത് ഞാൻ തന്നെ ക്ലീൻ ചെയ്യണം. അപ്പൊ പിന്നെ ഇറങ്ങിയ സ്ഥിതിക്ക് ഇപ്പൊ മൊത്തം അങ്ങ് ക്ലീൻ ചെയ്യാന്ന് ഞാൻ വിചാരിച്ചു. സ്റ്റാൻഡിലെയും ചെടികളിലെയും എല്ലാം മണ്ണ് ഞാൻ തൂത്ത് കളഞ്ഞു. ആ കരിഞ്ഞ ഇലകളെല്ലാം പറിച്ചു കളഞ്ഞു. അപ്പൊ അതിൽ നിന്ന് ഒരു കുഞ്ഞു തണ്ട് ഒടിഞ്ഞു വീണു. പണ്ട് ഞാൻ ഏതോ വീട്ടിൽ നിന്ന് ഇതുപോലെ ഒരു കുഞ്ഞു തണ്ട് കൊണ്ടുവന്നിട്ടാണ് ഇത്രയും ചെടിച്ചട്ടികളില് വളർത്തി ഇങ്ങനെ നീട്ടി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇത് ഞാൻ കളഞ്ഞില്ല. ഒരു കുഞ്ഞു ചെടിച്ചട്ടിയിൽ തൽക്കാലം ഞാൻ അത് പിടിക്കാൻ വേണ്ടി അവിടെ വെച്ചു. പിന്നെ ഈ ഇലച്ചെടികളുണ്ടല്ലോ, അതിൽ പൂ ഇട്ട് കഴിഞ്ഞാൽ അത് വെട്ടിക്കളയണം. കാര്യം അതിന്റെ എനർജി പൂവിലേക്ക് പോകാൻ പാടില്ല. അതിന്റെ ഇലകളിൽ തന്നെ നിന്നാലേ അത് നല്ല ബുഷിയായിട്ട് വളരത്തുള്ളൂ. ക്ലീനിങ് കഴിഞ്ഞു. ഇനി പെയിന്റിങ് അടുത്ത വീഡിയോയിൽ.